ഹലോ നമസ്കാരം. ഞങ്ങളിന്ന് വേറെ ഒരു വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. ഒരു കുഞ്ഞു വാട്ടർഫാൾസ്. എന്താണ് ഇതിൻ്റെ പേര്? തവാഹിഹി വാട്ടർഫാൾസ്, അങ്ങനെ എന്താ കണ്ട. അവിടെ അടുത്ത ബോർഡ് കാണുമ്പോൾ പറയാം. ഇത് നല്ല അടിപൊളി ട്രാക്കാണ് കാണുന്നത്. ഇല്ല, ഇറങ്ങുന്നല്ല വിഷയം, ഇതൊക്കെ തിരിച്ചു കയറണം. ശരിയാ, നമ്മൾ തിരിച്ചിറങ്ങുമ്പം നോക്കുമ്പോൾ നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട് താഴേക്ക്. എല്ലാവർക്കും മടിയായി, കാരണം ഓൾറെഡി ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു വന്ന് കയറിയതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. വാടോ, കഴിഞ്ഞു വാ, അത് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളെ ഓൾമോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ കുളിക്കാൻ പറ്റൂടാ. ഞാൻ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, കുളിക്കാനൊക്കെ പറ്റും. നല്ല കിടുക്കാച്ചി വെള്ളമാണ്. എന്ത് പറയുന്നു, ഇത് തന്നെയാണോ അത്? അതെ, എന്നാൽ പിന്നെ ഇനിയൊന്നും കണ്ട് കാര്യമില്ല. നല്ലടാ, ഇത്ര വെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ. പിന്നെ മോളിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളം. നമ്മൾ ഇവിടം വരെ വന്ന സ്ഥിതിക്കുന്നവനെ താഴെ കൂടെ പോയി നോക്കാതെ വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് അവിടുന്ന് കിട്ടുന്ന വ്യൂ അത്ര വലിയ രസമില്ല. അതുകൊണ്ട് ഞങ്ങൾ താഴെ പോയി ഇതിൻ്റെ ആ ഒരു സ്റ്റണ്ണിങ് വ്യൂ കാണാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവിടുന്ന് അടുത്തൊന്നും ഇറങ്ങാനുള്ള വഴി കാണുന്നില്ല. നല്ല ദൂരത്തിൽ പോയങ്ങാണ്ട് ഇറങ്ങണം എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പണി പാളും. കുറച്ചധികം ദൂരം നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. അതെ, ഇവിടെ സ്റ്റെപ്പുണ്ട്, താഴേക്ക് ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. വാവ്, നൈസ്. ഇവിടെ കുളിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. നല്ല നീല കളറിലുള്ള വെള്ളമാണ്. എനിക്ക് തോന്നുന്നത് ഇതാണ് ടൊങ്കാരിരോ റിവർ. ഈ ഫാൾസ് ഉള്ളത് ടൊങ്കാരിരോ റിവറിലാകാനാണ് ചാൻസ്, അറിയില്ല. സംഭവം കിടക്കാച്ചയാണ്. വാവ്, നൈസ്. പൊളി. നമ്മളിത് കൂട്ടൊരു വാട്ടർഫാൾസിലൊക്കെ കണ്ടുപിടിച്ച് അതിലേക്കൂടെയൊക്കെ നടന്ന് കയറി ഇറങ്ങി ഇതൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുന്നത്. ഒന്നും പറയാനില്ല, അതിമനോഹരം, സുന്ദരം. ഇതൊരു നല്ലൊരു പൂളാണ്, വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇറങ്ങി കുളിക്കാം. ഇടുക്കാച്ചി വെള്ളച്ചാട്ടം, ഒന്നും പറയാനില്ല മോനെ, ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ അതിമനോഹരമായ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇടുക്കാച്ചിയാണ് ഇവിടുത്തെ ഫോട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാനിവിടുന്ന് ഇരുന്നും കിടന്നും നിന്നും മലന്നും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാൻ പറ്റും. കിങ്സ് ഓഫ് ഇമേജ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. സോ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പോയി കാണാം. എത്ര നോക്കിയാലും മതി വരില്ലാത്തത്ര അടിപൊളി വാട്ടർഫാൾസാണ്. ഈ സൈഡിലേക്കൊക്കെ ചെറിയൊരു പാറ മടക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വേണമെങ്കിൽ കയറി നിൽക്കാം. പക്ഷേ ചെറിയ മടക്കോളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു ഭയമുണ്ട്. പിന്നെ നല്ല ആഴമുണ്ട് ഇതിൻ്റെ അകത്ത്. നീന്തലൊക്കെ അറിയാമെങ്കിലും ഫോണെങ്ങാനും താഴെ പോയിട്ടാണ് ഈ പണിപാളിയില്ലേ. അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. പിന്നെ ഈ വൈകിയ വേളയിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എൻ്റെ മുത്ത അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. വീണ നല്ല രസമായിരിക്കും. സാഹസികമായൊരു ഷോർട്ട് കട്ട് അതിലേക്കൂടെ നടന്നു പോകാനുള്ള കാര്യമുള്ളൂ. പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്യല്ല, സാഹസികമായ വഴി കണ്ടുപിടിക്കുക.
അപ്പോൾ ദേണ്ട ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ വലിഞ്ഞ് കയറി എങ്ങാനും വീണും പോയിട്ടുണ്ടെങ്കിൽ നേരെ തൊട്ടിപ്പോയി കിടക്കുക. ഇല്ലക്കൂടെ നീ കയറിയേ? ഇല്ലക്കൂടെയാ? അമ്മേ അയ്യോ, ഒരു കൈ കൊണ്ട് വേണടി ഞാൻ കയറാൻ വേണ്ടി. എൻ്റെ അമ്മേ, ഇത്ര വഴി ലാഭിച്ച്, പക്ഷെ നല്ല ക്ഷീണമുണ്ട്. ഇവിടെ അങ്ങനെ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല അല്ലേ? അങ്ങനെ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, വന്ന അതേ വഴി കൂടെ. അങ്ങനെ വീണ്ടും അടുത്ത തെറുകിട പരിപാടിയെ സന്ധിക്കുമ്പോഴേക്കും ഇവിടെ എത്തിയത് നമുക്ക് സ്വന്തം ദൃശ്യം ഫോട്ടോഗ്രാഫി. ഇതാണ് വാട്ടർഫാൾസിൻ്റെ പേര്. തഫായി വാട്ടർഫാൾസ്, തഫായി ഫാൾസ് വാക്ക്. റിട്ടേൺ മൊത്തം 15 മിനിറ്റ്. 100 ആണ്. അവിടെ വണ്ടി വരുന്നുണ്ട്. സോ അങ്ങനെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ വണ്ടി നിർത്തിയിട്ട് തിരിച്ച് നമ്മൾ കയറി പോകുന്നു.